ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലവ്ലി ഷോർട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വരാനിരിക്കുന്ന LDC എക്സാം, LPUP എക്സാം, LGC എക്സാം, LGS എക്സാം തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ആവർത്തന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 25 ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം ഏതാണ്? ആൻസർ നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് താഴെ തന്നിരിക്കുന്നവയിലെ ഹരിതഗൃഹ വാതകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന ശരീരത്തിൻ്റെ അവയവം ഏത്? ആൻസർ നമുക്കറിയാം, തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മെനിഞ്ചൈറ്റിസ് രോഗം. ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? നമുക്കറിയാം, ആൻസർ ഓപ്ഷൻ സി, ഈജിപ്താണ്. ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ സി, ഈജിപ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏത്? 2022 ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏതാണ്? ആൻസർ മങ്കി പോക്സ് ആണ് 2022 ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? കോൺവെക്സ് ദർപ്പണമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ലാക്കസ് വെറീസ് ആണ് വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത്. ലാക്കസ് വെറീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1000 kg/m3 ആണ് ജലത്തിൻ്റെ സാന്ദ്രത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? മൊബൈൽ ഫോണിലെ ബാറ്ററിയിൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? നമുക്കറിയാം, വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നതാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാസമാറ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏത്? ഏതാണ്? ആൻസർ സൾഫർ ആണ് റബ്ബറിൻ്റെ ഗുണം മെച്ചപ്പെടുത്താൻ അതിൽ ചേർക്കുന്ന പദാർത്ഥം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സിക്കിമിലാണ് ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ വിനോദയാത്രികൻ ആരാണ്? ഒലിവർ ഡീമൻ ആണ് ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഒലിവർ ഡീമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, O ഗ്രൂപ്പാണ് എല്ലാവർക്കും ദാനം ചെയ്യാൻ പറ്റിയ രക്തഗ്രൂപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്?
ആൻസർ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG എന്ന് വിളിക്കുന്ന ഇലക്ട്രോ കാർഡിയോഗ്രാമാണ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്നും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1. മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. തെറ്റായ പ്രസ്താവനയാണ്. 3 മാസത്തിലൊരിക്കലാണ്. 18നും 60നും ഇടയിൽ പ്രായമുള്ള ആൾക്ക് രക്തദാനം ചെയ്യാം. ശരിയാണ്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. ഇതും ശരിയാണ്. അപ്പോൾ 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാകുന്നത്? നിശാന്തത എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ആൻസർ വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാകുന്നത്. നിശാന്തത എന്ന രോഗം എയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ബാക്ടീരിയകളാണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. അപ്പോൾ എയ്ഡ്സിന് കാരണം വൈറസുകളാണ്. HIV വൈറസുകളാണ് എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 73ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? അപ്പോൾ പഞ്ചസാരയുടെ രക്തത്തിലെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാകുന്നത് ഏത് ഹോർമോണിൻ്റെ അഭാവം മൂലമാണ്? ആൻസർ ഇൻസുലിൻ. ഇൻസുലിൻ്റെ അഭാവം മൂലമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്. അപ്പോൾ ഇൻസുലിൻ ശരീരത്തിൽ കുറയുമ്പോഴാണ് പഞ്ചസാരയുടെ അളവ് കൂടുന്നത്. ഇൻസുലിൻ്റെ കുറവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻറ്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൻറ്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. ചില രോഗങ്ങളും അവയ്ക്കെതിരെയായ വാക്സിനുകളും ചുവടെ തന്നിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്. ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും നേരെ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ക്ഷയരോഗം, BCG, മഞ്ഞപ്പിത്തം, TT, മുണ്ടിനീര്, OPV, പോളിയോമെലിറ്റിസ്, MMR. അപ്പോൾ ഇവിടെ ശരിയായത് ക്ഷയം, BCG. 76ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനാണ് BCG. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. ശ്രീമതി വീണ ജോർജാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. മുമ്പത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീമതി ടീച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോഴത്തേത് ശ്രീമതി വീണ ജോർജാണ്. ശ്രീമതി വീണ ജോർജാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? റെഡ് റിബൺ ഏത് രോഗവുമായി ബന്ധപ്പെട്ട അടയാളമാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ.
ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ജനീവ. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? നമുക്കറിയാം, ഓപ്ഷൻ എ ആണ് വൈറസ്. വൈറസ് രോഗങ്ങളിൽ പെടുന്നതാണ് COVID-19 കാരണമായ രോഗാണുക്കൾ. വൈറസ് ആണ് COVID-19 കാരണമായ രോഗാണുക്കൾ, വൈറസ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 25 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യനുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.